ഈ രാത്രിയിൽ ഈ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കുവാൻ ദൈവം തമ്പുരാൻ തന്ന വലിയ സന്ദർഭത്തെ ഓർത്ത്, അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹൃദ്യമായ സ്വാഗതത്തിനും എന്നെ നിങ്ങൾ ആദരിച്ചതിനുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയും ചെയ്യുന്നു. ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ പാദസ്പർശം ഏറ്റ ഈ മണ്ണിൽ നിൽക്കുവാൻ ഒരവസരം ലഭിച്ചത് ജീവിതത്തിലെ ഏറ്റവും ഒരു ധന്യമായ നിമിഷങ്ങളായിട്ട് ഞാൻ കരുതുന്നു. 1985 വൈദിക വിദ്യാർത്ഥിയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് 1983 രൂപീകൃതമായ ഈസ്റ്റ് കേരള മഹായിടവകയിൽ എങ്ങും തന്നെ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചില്ല. ഈസ്റ്റ് കേരള മഹായിടവകയിലെ അഭിവന്യ ബിഷപ്പന്മാരോടും ഒരുപറ്റം അച്ഛന്മാരോടും വളരെ കുറച്ച് ആത്മായ സുഹൃത്തുക്കളോടും ഒരു നല്ല സൗഹൃദ ബന്ധമുണ്ട് എന്ന് സത്യമാണ്. എന്നാൽ ഈസ്റ്റ് കേരള മഹായിടവകയുമായിട്ട് എനിക്കുള്ള ബന്ധം ആരംഭിക്കുന്നത്, എന്നെ സ്നാനപ്പെടുത്തിയത് വളരെ ശ്രേഷ്ഠനായിരുന്ന PD ജോണച്ചനാണ്. ആ PD ജോണച്ചൻ പിൽക്കാലത്ത് എൻ്റെ ഒരു വലിയ മോഡലായിരുന്നു. അത് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന PD ജോണച്ചൻ്റെ കാലത്തെക്കുറിച്ചും അച്ഛൻ്റെ പ്രസംഗത്തെക്കുറിച്ചൊക്കെയും ഇങ്ങനെ വീട്ടുകാർ പറഞ്ഞു തരുന്ന കഥകളുടെയൊക്കെ പിൻബലത്തിലൂടെയാണ്. അതാണ് ശരിക്കും ഈസ്റ്റ് കേരള മഹായിടവകയോട് എനിക്കുള്ളൊരു വലിയ ബന്ധവും കടപ്പാടും എന്ന് ഞാൻ ഓർക്കുകയാണ്. KG ദാനിയേൽ തിരുമേനി എല്ലാ മീറ്റിങ്ങുകളിലും ഇവിടെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹമാണ്. മധ്യകേരള മഹായിടവകയോടും എന്നോടൊക്കെയും തിരുമേനി പലപ്പോഴും കാട്ടിയിട്ടുള്ള സ്നേഹത്തെ ഞാൻ നന്ദിയോടെ ഓർക്കും. ജേക്കബ് ആന്റണി അച്ഛൻ പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് തിരുമേനി ഇപ്പം കേരളത്തിൻ്റെ CSI ബിഷപ്പായി എന്ന് നമുക്ക് മനസ്സിലായി. ഇനിയും ബാക്കിയുള്ള മഹായിടവക കിട്ടട്ടെ എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. കാരണം ബാക്കിയുള്ള മഹായിടവക കിട്ടിയാൽ അത് ഈസ്റ്റ് കേരള മഹായിടവകയ്ക്ക് കുഴപ്പമാകുമോ എന്ന് വിചാരിച്ച് മാത്രമാണ്. ഒരു മഹായിടവക തന്നെ ബിഷപ്പാകുക എന്ന് പറയുന്നത് ഇത്ര എളുപ്പമല്ല. അപ്പോൾ ഇത്രയും മഹായിടവകളുടെ ബിഷപ്പായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം കൊടുത്തൊരു വലിയ സന്ദർഭമാണ്. അഭിവന്യ തിരുമേനിയെ കൂടുതൽ അർത്ഥവത്തായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാരൊക്കെ അല്പം ഗട്സ് കാണിക്കുന്ന എപ്പോഴും നല്ലതാണ്. ബിജോയച്ചൻ ഇത്രയും ഗട്സ് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈസ്റ്റ് കേരള മഹായിടവകയുടെ ഇത്രയും വലിയൊരു കൺവെൻഷനിൽ എന്നെ വിളിക്കുവാനുള്ള ആ ഗട്സ് കാണിച്ച അച്ഛൻ്റെ മുമ്പിൽ ഞാൻ വണങ്ങുക, അത് അപാര ധൈര്യം തന്നെയായിപ്പോയി എന്ന് ഞാൻ പറയട്ടെ. മഹായിടവക കൺവെൻഷൻ കമ്മിറ്റിയും നിങ്ങളൊക്കെയും എന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്തു. എന്നെ ക്ഷണിച്ചതിലുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ ആദ്യമേ തന്നെ അറിയിച്ചു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിക്കട്ടെ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സെമിനാരി പഠനം ആരംഭിച്ചത് കേരളത്തിന് പുറത്ത് ബംഗാരപ്പെട്ട് എന്നൊരു സ്ഥലത്താണ്. അന്ന് ആ ബംഗാരപ്പെട്ട്
ഒരു ഗ്രാമപ്രദേശം. അതിൽ ഒരു ബസ് മാത്രമേ പോകുന്നുള്ളൂ. അത് കോളാറിൽ നിന്ന് ബൂതിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. രാവിലെ ആ വണ്ടി വരും. ഞങ്ങളെല്ലാവരും പോയി ഈ വണ്ടി കാണാൻ റോഡിൽ നോക്കി നിൽക്കും. പിന്നെ ആ വണ്ടി വരുന്ന വൈകുന്നേരമാണ്. വൈകുന്നേരം ഈ വണ്ടി കാണാൻ ഞങ്ങൾ പോയി റോഡിൽ പോയി നോക്കി നിൽക്കും. നോക്കി നിൽക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ പ്രദേശത്ത് മുഴുവൻ ഈ ഇത്രയും മഴയൊന്നുമില്ലാത്ത പ്രദേശമാണ്. കരിയിലകളെല്ലാം ഇങ്ങനെ ഉണങ്ങിക്കിടക്കും. അപ്പോൾ ഈ ബൂതിക്കോട് ബസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ കരിയിലെല്ലാം കൂടെ ഒന്ന് അനങ്ങും. അനങ്ങിയിട്ട് ഈ വണ്ടിയുടെ പുറകെ ഒറ്റ ഓട്ടമുണ്ട്. അത് കാണാൻ നല്ല കാഴ്ച. പിന്നെ വൈകുന്നേരം ഈ വണ്ടി തിരിച്ചു വരുമ്പം രാവിലെ അങ്ങോട്ട് പോയ കരിയിലെല്ലാം വീണ്ടും ഒന്ന് അനങ്ങി ഇങ്ങോട്ടിങ്ങ് വരും. മധ്യകേരള മഹായിടവയിൽ ഒത്തിരി കൺവെൻഷനിൽ പങ്കെടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട്, നമ്മളുടെ കൺവെൻഷൻ ഇത്രയൊക്കെ ഉള്ളൂ. ആ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഒരു സ്വല്പം അനക്കവും ഒരു സ്വല്പം ഓളവും, അതെല്ലാം കഴിയുമ്പം വീണ്ടും എല്ലാം പഴയപടി തന്നെയാണ്. 41ാമത്തെ ഈസ്റ്റ് കേരള മഹായിടവ കൺവെൻഷനിലൂടെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ അല്പം കൂടെ വ്യക്തിപരമായി ചോദിക്കുകയാണ്, ദൈവമേ, എന്നെ കണ്ടെത്തുവാൻ, എൻ്റെ കുറവുകളെ കണ്ടെത്തുവാൻ ഈ വർഷത്തെ കൺവെൻഷൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച എത്ര പേർ? എത്ര പേരുണ്ട് ഈ കൺവെൻഷൻ മൂലം എൻ്റെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെത്തുവാൻ, ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്നെ ഒന്ന് കാണുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഞാനൊരു സാധാരണക്കാരനയച്ച് വളരെ പരിചിതമായ കാര്യങ്ങൾ പറയുമ്പോഴും നാം ഈ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന് നമ്മളെ സ്പർശിക്കാൻ സാധിക്കും. അടുത്തിരിക്കുന്ന ആരെക്കുറിച്ചും ചിന്തിക്കാതെ, ദൈവമേ, ഈ രാത്രിയിൽ എന്നോട് നീ സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ കൺവെൻഷൻ ധ്യാനത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരുങ്ങാം. വേൾക മനസ്സിൻ ദുർവിചാരം ആകെ മാറുവാൻ ഗുണം ഏറിത്തേറുവാൻ ഗുണം ഏറിത്തേറുവാൻ ഗുണം ഏറിത്തേറുവാൻ വരിക നൽവാരങ്ങളെ നീ തരിക ആവിയേ ശുഭ കരുണവാബിയേ ശുഭ കരുണവാബിയേ ശുഭ കരുണവാബിയേ പ്രകൃതി കൊണ്ടു വികൃതമായ ഹൃദയ
ഹൃദയം മാറുവാം, നവ ഹൃദയമാകുവാം, നവ ഹൃദയം ആകുവാൻ, നവ ഹൃദയമാകുവാൻ. വരിക വാരങ്ങളെ നീ തരിക ആവിയേ, ശുഭ കരുണവാബിയേ, ശുഭ കരുണവാബിയേ, ശുഭ കരുണവാബിയേ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ മനസ്സിലെ ദുർവിചാരങ്ങളൊക്കെയും മാറുവാനും ഞങ്ങളുടെ വികൃതമായ ഹൃദയങ്ങളൊക്കെയും മാറി ഒരു നവഹൃദയം ഉണ്ടാകുവാനും ഈ വർഷത്തെ കൺവെൻഷൻ മുഖാന്തരം ഇന്നത്തെ വചനധ്യാനം മൂലം ഇടയാക്കപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനരായ അടിയനെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥ, നിന്റെ ശബ്ദം ജനത്തിന് നൽകി കൊടുക്കണമേ. നിന്റെ ശബ്ദം കർത്താവേ ജീവങ്ങൾ രൂപാന്തരപ്പെടുവാൻ ഇടയാക്കപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ദൈവം തമ്പുരാനു മാത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആത്മാവിലുള്ള ആരാധനയും ദൈവപ്രസാദം. തീർച്ചയായിട്ടും ഇതിൻ്റെ നിരവധി തലങ്ങൾ ഇതിനോടകം ഈ കൺവെൻഷൻ പന്തലിൽ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഒരുപക്ഷെ ഇതേ ഭാഗം തന്നെ ആരെങ്കിലും പ്രസംഗിച്ചോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ പറയുന്ന ആശയങ്ങൾ ഇതിനോടകം പലവട്ടം നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തതാണ് എന്നുള്ളതിനും സംശയമില്ല. എങ്കിലും നാം പ്രാർത്ഥിച്ചതുപോലെ ഒരുക്കത്തോടിരിക്കുന്നെങ്കിൽ ഈ പരിചിതമായ ഭാഗത്തു നിന്നും ദൈവം തമ്പുരാന് നമ്മളോട് ഇടപെടുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം തൃത്വത്തിൽ രണ്ടാമനായ യേശുക്രിസ്തു ആരോഹണം ചെയ്യുന്നതാണ് സൂചിപ്പിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന രംഗമാണ് കാണുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർ സജ്ജമാക്കപ്പെടുന്നു എങ്കിൽ 2-ാമത്തെ അധ്യായത്തിൽ അവർ ശക്തിപ്പെടുന്നതാണ് നാം കാണുന്നത്. 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നുള്ള വാചകം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് സഭയുടെ ചരിത്രത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. സഭയുടെ ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാ അച്ഛന്മാർക്കും ചരിത്രം അല്പമെങ്കിലും വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ദ ഗ്രേറ്റ് സ്കിസം എന്ന് പറഞ്ഞ സഭയുടെ ആദ്യ ഘട്ടത്തിലെ ഏറ്റവും വലിയ വിഭജനം നടക്കുന്നത് 1054
പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭകളുമായിട്ട് വിഭജിക്കപ്പെടുന്നതാണ് ഈ ഗ്രേറ്റ് സ്കിസം. അതിലെ ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം പരിശുദ്ധാത്മാവിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ളതായിരുന്നു. ഈസ്റ്റേൺ ചർച്ചസ്, കിഴക്കൻ സഭകൾ, ഓർത്തഡോക്സ് സഭകൾ, അവരുടെ വിശ്വാസത്തിൽ ഇപ്പോഴും പറയുന്നത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെട്ടു. വെസ്റ്റേൺ ചർച്ചസ്, നമ്മളൊക്കെയും റോമൻ കത്തോലിക്ക സഭ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. ഇത് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന സംഗതിയാണ്. അപ്പോൾ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ കാരണത്താൽ 1950 54 വിഭജനത്തെക്കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തി. 1900 കാലഘട്ടങ്ങളിലാണ് പെന്തക്കോസ്ത് സഭകളുടെ ആരംഭം. പെന്തക്കോസ്ത് സഭകളുടെ ഒരു വലിയ ശാക്തീകരണമാണ് പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, അന്യഭാഷ, ഇതൊക്കെ. അത് കഴിഞ്ഞുണ്ടായ മറ്റൊരു പ്രസ്ഥാനമാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം. ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം സുവിശേഷീകരണത്തെക്കാൾ കൂടുതലായിട്ട് ഒന്നിച്ചുകൂടി ശക്തിപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ഊന്നൽ നൽകുന്ന പ്രസ്ഥാനമാണ്. ഇപ്പോൾ നിയോ കാരിസ്മാറ്റിക് മൂവ്മെന്റിന്റെയും കാലമാണ്. അപ്പോൾ ആത്മാവിലുള്ള ആരാധന എന്നുള്ള വിഷയം നാം ഗൗരവമായിട്ട് പഠിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ കാലഘട്ടത്തിന്റെ പശ്ചാത്തലം കൂടെ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലും നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് അത് പ്രാരംഭമായിട്ട് ഞാൻ സൂചിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അടിസ്ഥാന ഉപദേശം പറഞ്ഞ് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് പാരക്ലിറ്റോസ, ശക്തിയുള്ള ആളത്വമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി. ഒരു ഇംപേഴ്സണൽ ഫോഴ്സ് അല്ല, വെറും ഒരു ശക്തിയല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട സംഗതി. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാറ്റിനെ ആർക്കും ദുഃഖിപ്പിക്കാനൊക്കത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വേറൊരു ഇംപേഴ്സണൽ ഫോഴ്സ് അല്ല, ശക്തിയുള്ള ആളത്വമാണ് പരിശുദ്ധാത്മാവ് എന്നുകൂടെ നാം ഓർത്തിരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഒത്തിരി വാക്യങ്ങൾ നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് ഓർമ്മയിൽ വരും. എന്നാൽ യോവേൽ പ്രവചനം 2-ാമത്തെ അധ്യായത്തിന്റെ 28, 29 വാക്യങ്ങൾ നമ്മൾ മറക്കരുത്. യോവേൽ പ്രവചനം 2-ാമത്തെ അധ്യായത്തിന്റെ 28, 29 വാക്യങ്ങൾ ഒന്ന് വായിക്കും. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അതിന്റെ ശേഷമോ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ബാക്കി വായിക്കണം. അപ്പോൾ യോവേൽ പ്രവചനം ഈ വലിയൊരു സ്വപ്നമാണ് യോവേൽ പ്രവചനത്തിലൂടെ നൽകുന്നത്. ഇത് പെന്തക്കോസ്ത് നാൾ യാഥാർത്ഥ്യമായി തീർന്നുവെന്ന് പത്രോസിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ. അതൊന്ന് വായിക്കും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ യോവേൽ പ്രവചനത്തിൽ ഇല്ലാത്ത ഒരു വാക്കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അന്ത്യകാലത്ത്
നമ്മിൽ പലരും ചിന്തിക്കുന്ന ഇന്ന് അന്ത്യകാലമെന്ന്. യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ പ്രവർത്തനം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഈ ലോകത്ത് സംഭവിച്ചപ്പോൾ അന്ത്യകാലം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകത്തോട് അന്ത്യകാലത്ത് എന്നുള്ള വാക്കൂടെ ചേർത്ത് പത്രോസ് പറഞ്ഞിരിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ അവർക്ക് ഭാഗികമായി കിട്ടിയിരുന്നതും അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നതുമായ ദൈവാത്മാവിന്റെ വലിയ പകർച്ചയാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിക്കുന്നത്. അതിന്റെ ആരംഭമാണ് ഞാൻ ഇന്ന് വായിച്ച ഭാഗം. ഈ പെന്തക്കോസ്ത് ഇനിയും ആവർത്തിക്കപ്പെടേണ്ട കാര്യമില്ല. തൃത്വത്തിൽ രണ്ടാമനായ യേശുക്രിസ്തു ലോകത്തിൽ ജാതമായപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിച്ചു. യേശു ഇന്ന് നമ്മളുടെ ഹൃദയത്തിൽ ജാതമാകണമെങ്കിൽ ഇങ്ങനെയുള്ള അത്ഭുതം വേണമെന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങളാണ് ഈ രണ്ടാമത്തെ അധ്യായം. അതിനെയും ആവർത്തിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത് നാം വിസ്മരിക്കും. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ 120 പേര് കഴിയുമ്പോൾ 3000 പേരെ കുറിച്ചും പറയുന്നുണ്ട്. ഈ 3000 പേർക്ക് പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ദൃശ്യമായിരിക്കുന്ന ഒരു കാഴ്ചകളും അവർ കാണുന്നില്ല. അപ്പോൾ ആത്മാവിലുള്ള ആരാധന എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് നമ്മൾ ദിശ മാറി പോകാതിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കാം. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് പറയുകയാണ്, മക്കൾക്കുള്ള അവകാശമാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയും. അപ്പോൾ നാം ദൈവമക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമുക്കുണ്ട്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ക്രിസ്തുവിനുള്ളവരെല്ലാം ക്രിസ്തുവിന്റെ ആത്മാവുണ്ട് എന്നുള്ളതിനും സംശയമില്ല. അതേ അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ പറയുന്നു, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പറയും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മ ദാനം, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ടെന്നുള്ളത് നാം മറന്നുപോകരുത്. നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. നാം എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. പരിശുദ്ധാത്മ സ്നാനം എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്നു പറയുന്ന ഞാനല്ല, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസാണ്. നാം എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റു. കൊരിന്ത്യ സഭയെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഈ കൊരിന്ത്യ സഭ എന്താണെന്നുള്ളത് ആ ലേഖനം സൂക്ഷ്മമായി വായിച്ചാൽ നമുക്കറിയാം. ഒത്തിരി ബലഹീന ക്രിസ്ത്യാനികളുടെ കൂട്ടമായിരുന്നു കൊരിന്ത്യ സഭ. ഒത്തിരി കുറവുകാരുടെ കൂട്ടമായിരുന്നു കൊരിന്ത്യ സഭ. അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, കൊരിന്ത്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ, കൊരിന്ത്യ സഭയിലെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ എഴുതിയിരിക്കുന്നു, ഒരുത്തൻ തൻ്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു,
ജാതികളുടെ ഇടയിൽ പോലും നടക്കാത്ത കാര്യമാണ്, ദുർനടപ്പാണ് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. അത്രയും മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആദ്യ അധ്യായം നമ്മൾ സൂക്ഷ്മമായിട്ട് വായിച്ചാലും മതി. അങ്ങനെയുള്ള ആളുകൾക്കും പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഉണ്ട്. നാം എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് നാം പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന പോലെ കാത്തിരുന്ന് മേടിക്കേണ്ട ഒന്നല്ല. പരിശുദ്ധാത്മ സ്നാനം ദൈവം സകലർക്കും നൽകി, ബലഹീനരായിരിക്കുന്ന എല്ലാവർക്കും നൽകിയിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ആത്മസ്നാനം എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ എക്സ്പീരിയൻസ് ആണ്. അതൊരു പ്രാരംഭ സംഗതിയാണ്. നിർഭാഗ്യവശാൽ വേദോത്സവം ഗൗരവമായിട്ട് പഠിക്കാത്തത് മൂലം നാമും പലപ്പോഴും ചിന്തിക്കുന്നു ആത്മസ്നാനം എന്ന് പറയും നമുക്കുള്ളതല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കൊരിന്ത്യർ ലേഖനത്തിലാണ് പറയുന്നത്, നാം എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. We are all baptized in one spirit. ആത്മസ്നാനം എന്ന് പറയുന്ന ഇനിഷ്യൽ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എങ്കിലും ഒരിടത്ത് പോലും ആത്മാവിൽ സ്നാനപ്പെടുവീൻ എന്നുള്ള കൽപ്പന നമുക്ക് കാണുവാൻ സാധിക്കാത്ത. വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൽ നിറവീൻ എന്നുള്ള കൽപ്പനയാണ് വേദപുസ്തകം നൽകിയിരിക്കുന്നത്. അത് എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ. അതിൽ മലയാള പരിഭാഷ വളരെ ഒഴുക്കൻ പരിഭാഷയാണ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എന്നൊക്കെ പറഞ്ഞ് ഒഴുകിപ്പോവുകയാണ്. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയും മൂലഭാഷയിലും നമ്മൾ നോക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിറയണം. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവും, പക്ഷെ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരുന്ന അനുഭവമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റെന്നല്ല, അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ഈ രാത്രിയിൽ ആത്മാവിനാൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, എന്താണ് സംഭവിക്കേണ്ടതെന്നാണ് പ്രധാനമായിട്ടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കും. ഈ ഭാഗം മാത്രമാണ് പ്രധാനമായിട്ടും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആഗ്രഹിക്കും. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ്. ആത്മനിറവ് എന്ന് പറയുന്ന ശുദ്ധീകരണത്തിന്റെ നിറവാണ്. ശുദ്ധീകരണത്തിന്റെ നിറവാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ്. വേണ്ടാത്തതൊക്കെ കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ നല്ലതൊക്കെ പുറത്തു വരും. ഈ കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് നമ്മൾ പള്ളി ആരാധനയിൽ വായിച്ച് ദൈവത്തിന്റെ സ്വരൂപത്തിൽ നമ്മളെയെല്ലാം സൃഷ്ടിച്ചെന്നുള്ള സൃഷ്ടികഥയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ. നമ്മിലെല്ലാം ദൈവത്തിന്റെ ഇമേജ് ഉണ്ട്. പക്ഷേ പലതും കയറി നമ്മളുടെ ജീവിതത്തെ ഇന്ന് തടഞ്ഞു വെച്ചിരിക്കുക. അതിനെ മാറ്റിക്കളയുമ്പോൾ, അതിനെ നാം വെടിയുമ്പോൾ നമ്മിലൂടെ തെളിമയാർന്ന ജീവിതം പുറത്തേക്ക് വരും. പള്ളിയുടെ മുമ്പിൽ ഒരു വലിയ പാറ, എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ ആളുകളും വിഷമിച്ചു. പാറ ഇളക്കി കളഞ്ഞാൽ പാറ ഇളക്കുന്ന ശക്തി കൊണ്ട് പള്ളിയും താഴ്പ്പും. പല ആളുകളും പല പല ഐഡിയാസ് പറഞ്ഞു, ഒന്നും ശരിയാകുന്നില്ല.
അവസാനം ഒരു മനുഷ്യൻ ആ പാറയെ കുറെ തട്ടും കൊട്ടും കുറെ അടിയും ഇടിയും ഒക്കെ നടത്തി. ആ തട്ടും ഇടിയും കൊട്ടും ഒക്കെ കഴിഞ്ഞപ്പോൾ ആ പള്ളിയുടെ മുമ്പിൽ ഒരു നല്ല ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ആ പാറയ്ക്കുള്ളിൽ നിന്ന് ഒരു ദൂതന്റെ രൂപം കൊത്തിയെടുക്കുവാൻ സാധിച്ച ഒരു ശില്പി. നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവികമായ അംശത്തെ പുറത്തെടുക്കുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരം സാധിക്കും. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അനുഭവമാണ് പെന്തക്കോസ്തിൽ സംഭവിക്കുന്നത്. സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയും കൂടെ മാത്രം നാം താരതമ്യം ചെയ്തു നോക്കിയാൽ സ്വയ കേന്ദ്രീകൃതമായ ജീവിതം പെന്തക്കോസ്തിന് ശേഷം മാറ്റപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഒത്തിരി സെൽഫിഷ് ആയിരുന്നു ശിഷ്യന്മാർ. നമുക്കറിയാവുന്ന വേദോസ്തവ വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇതായിരുന്നു പെന്തക്കോസ്തിന് മുമ്പ്, ആത്മനിറവിന് മുമ്പുള്ള അവരുടെ മനോഭാവം. ഞങ്ങൾ ഈ വേലയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങി, ഞങ്ങൾക്ക് എന്നോ കിട്ടും. എന്തെങ്കിലും കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മറ്റു പണിയൊക്കെ കിട്ടിപ്പോയേനെ. ഈ വലയും വള്ളവും ഒക്കെ ഇട്ടേച്ച് ഞങ്ങൾ നിന്റെ പിന്നാലെ വന്നപ്പോൾ ഞങ്ങൾക്കും ചില അടിയുദ്ദേശം ഉണ്ടായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അത് മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലുണ്ട്, നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തന് വലത്തും ഇരിക്കണം, ഒരുത്തന് ഇടത്തും ഇരിക്കണം. ഈ സ്വയ കേന്ദ്രീകൃതമായ ജീവിതമായിരുന്നു. ആത്മനിറവിന് ശേഷം അവർ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം, സുന്ദരൻ ദേവാലയ ഗോപുരത്തിന്റെ പശ്ചാത്തലം, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു. ഇതാണ് മാറ്റം. ആത്മനിറവ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ളതല്ല പ്രശ്നം. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരാൻ തയ്യാറാണ്. ഇതാണ് ആത്മനിറവ് സംഭവിക്കുമ്പോൾ സംഭവിക്കേണ്ടത്. ആത്മനിറവ് സംഭവിക്കുന്ന നമുക്ക് പല നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും. ആത്മനിറവെന്ന് പറയുന്നൊരു നൈമിഷികമായ സുഖമല്ല. ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകണം. പിടിച്ചു വയ്ച്ചതെല്ലാം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകണം. കർത്താവിനായി നഷ്ടപ്പെടുത്തുവാനുള്ള ചലഞ്ചാണ് ആത്മനിറവ് നമ്മളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ആത്മനിറവ് സംഭവിച്ചപ്പോൾ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, അവർ സകലതും പൊതുവക എന്ന് എണ്ണി. നാം എത്രമാത്രം സ്വാർത്ഥരാണ്. എന്തിനാ യേശുവിനെ പിൻപറ്റുന്നത്? എന്തിനാണ് നമ്മൾ യേശുവിനെ പിൻപറ്റുന്നത്? നമ്മുടെ ജോലിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി. എന്തിനാണ് നമ്മൾ യേശുവിനെ പിൻപറ്റുന്നത്? പരീക്ഷയെ ചില വിജയങ്ങൾ നേടുവാൻ വേണ്ടി. എന്തിനാണ് നമ്മൾ യേശുവിനെ പിൻപറ്റുന്നത്? ഒരു വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി. അത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൾ. ആത്മനിറവ് സംഭവിച്ചപ്പോൾ അവരുടെ സ്വാർത്ഥത മാറുന്നു. അവർക്കുള്ളത് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകും. ആത്മനിറവിലുള്ള ആരാധന നാം നടത്തുന്നുവെങ്കിൽ ഇത് സംഭവിക്കണം. ഇത് സംഭവിക്കാത്തടത്തോളം കാലം ദൈവം പ്രസാദിക്കുന്ന രീതിയിലുള്ള ആത്മനിറവിലെ ആരാധനയൊന്നുമല്ല.
വീണ്ടും മുമ്പോട്ട് പോട്ടെ. ആത്മനിറവിലുണ്ടായ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വിദ്വേഷം മാറി അവർ സ്നേഹത്തിലേക്ക് വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 54-55 വാക്യങ്ങൾ. സമയപരിധിയിൽ നിർത്തേണ്ടതുകൊണ്ട് ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുവാനും വായിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്കറിയാവുന്ന സംഭവമാണ്. യേശുവിനെയും ശിഷ്യന്മാരെയും ശമര്യർ കൈക്കൊള്ളാതിരുന്ന സമയത്ത് ശിഷ്യന്മാർ യേശുവിനോട് പറയാണ്, പണ്ട് ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി നശിപ്പിച്ചതുപോലെ ഈ ശമര്യയെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറഞ്ഞോട്ടെ. ഇതാണ് പശ്ചാത്തലം. ഞങ്ങളെ ഉൾക്കൊള്ളാത്തവർ, നമ്മളെ ഉൾക്കൊള്ളാത്തവനെ നശിപ്പിക്കണം, അവന്റെ മേൽ ഇടിത്തി വീഴണം, അവൻ ചത്തുപോകണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കും. ഞങ്ങളെ ഉൾക്കൊള്ളാൻ പാടില്ലാത്ത ശമര്യരുടെ മേൽ ഏലിയാവ് പണ്ട് സ്വർഗത്തിൽ തീ ഇറക്കിയ പോലെ തീ ഇറക്കി നശിപ്പിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചോട്ടെ എന്നാണ് അവർ യേശുവോട് ചോദിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ആത്മനിറവ് സംഭവിച്ച ശിഷ്യന്മാര് ആ ശമര്യരുടെ മേൽ, അതേ ശമര്യരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായ ചേഞ്ച്. ഒരു സമയത്ത് അവർ നശിക്കണമെന്ന് ആഗ്രഹിച്ചവർ ആത്മനിറവിന് ശേഷം അവരുടെ മേൽ ആത്മാവിന്റെ ശക്തി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് സംഭവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ഫലത്തിന്റെ ഒന്നാമത്തേതായിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തി പോലും ഈ കൺവെൻഷൻ പന്തലിലുണ്ട് എന്നെനിക്ക് വിശ്വാസമില്ല. സ്നേഹം. പരിശുദ്ധാത്മാവ് നിറവ്, പരിശുദ്ധാത്മാവിന്റെ ഫലം സ്നേഹമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിക്കുകയും ചെയ്തു. 14-ാമത്തെ അധ്യായം മുഴുവനും പറയുന്ന ആത്മനിറവിനെ കുറിച്ചാണ്, അന്യഭാഷയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് എന്താ പൗലോസ് അപ്പോസ്തലൻ തെറ്റുപറ്റിയതാണോ 13-ാമത്തെ അധ്യായം എഴുതുവാൻ കാരണം? 12-ാമത്തെ അധ്യായത്തിലും പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തെക്കുറിച്ചും പറയുന്നു. 14-ാമത്തെ അധ്യായത്തിൽ അത് തന്നെ പറയുന്നു. അതിന്റെ ഇടയ്ക്കുള്ള അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് സ്നേഹം. എത്രയോ ശക്തമായൊരു ലേഖനമാണ്, ഒരു ചാപ്റ്ററാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായം. അതിനകത്ത് ഓരോ വാക്യവും വായിച്ചാൽ നമ്മുടെ മനസ്സ് ഉടക്കി നിൽക്കേണ്ടതാണ്. സ്നേഹമില്ല എങ്കിൽ വെറും മുഴങ്ങുന്ന ചെമ്പ, ചിലമ്പുന്ന കൈത്താളമാ, വെറും ഓളമാ, വെറും ശബ്ദമാ, വെറും ശബ്ദത്തിന്റെ ചില വേർഡ് പ്ലേകളാണ് ഇപ്പം നടക്കുന്നത്. ഇത് പൗലോസ് അപ്പോസ്തലനാ പറയുന്നു. സ്നേഹമില്ല എങ്കിൽ ബാക്കിയെല്ലാം വ്യർത്ഥം. മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവും അത്ര. വേദപുസ്തകത്തിൽ ഒത്തിരി കൽപ്പനകളുണ്ട്. 10 കൽപ്പനകൾ അറിയാവുന്ന 10 പേരെങ്കിലും ഇവിടെ കാണുമെന്ന് എൻ്റെ വിശ്വാസം. ഇനി 10 കൽപ്പന അറിയത്തില്ലെങ്കിലും എല്ലാ CSIക്കാരനും 2 കൽപ്പന അറിയാം. എല്ലാ തിരുവത്താഴത്തിൻ്റെയും ആരംഭ സമയത്ത് കൽപ്പനകളുടെ സംഗ്രഹം പറയുന്നുണ്ട്.
നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകും. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. ഇത് കേൾക്കാത്ത ഏതെങ്കിലും CSIക്കാരുണ്ടോ? ആരാധനയുടെ ആരംഭ സമയത്ത് വരുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കാതിരിക്കാൻ ഒക്കത്തില്ല. ലേറ്റായിട്ടാണ് വരുന്നെങ്കിൽ പറയേണ്ടൊരു കാര്യവുമില്ല. ഈ പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമേ അങ്ങ് ആരാധന ചെന്ന് നോക്കണം, ഇത് പറയുന്നുണ്ടോ. ജയിക്കുവച്ചൻ ഈ മലയാളം പരിഭാഷപ്പെടുത്തിയ ആരാണെന്നും എനിക്കറിയത്തില്ല. അന്ന് ഒന്നുകൂടെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ വിശ്വാസം മലയാള പരിഭാഷ ഭയങ്കര ട്വിസ്റ്റാണ്. അവിടെ പറഞ്ഞെങ്കിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ജോസഫ് മാത്യുവച്ചനും ഞാനും പണ്ട് പന്തി വിളിച്ച് കാണുന്ന ജോസഫ് മാത്യുവച്ചനെ എൻ്റെ കൂട്ടുകാരനാക്കിയിട്ട് എന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ അത് ചിലപ്പം കുറേയൊക്കെ സംഭവിച്ചെന്ന് വരാം. എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂട്ടുകാരനാക്കിയിട്ട് ഒരു പരിധിവരെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കാൻ സാധിച്ചെന്ന് വരാം. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇതേ അല്ല അർത്ഥം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കും. അയൽക്കാരും പലപ്പോഴും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ നിവർത്തിയില്ല. ഇപ്പം ഫ്ലാറ്റൊക്കെ മേടിച്ച് എല്ലാവരും പല സ്ഥലത്തേക്ക് പോകുന്ന കാലം, അത് ഞാൻ മനസ്സിലാക്കും. എന്നാൽ ആ കാലത്തൊക്കെയും ഒരാളുടെ അയൽക്കാരൻ എന്ന് പറയുന്ന പെർമനന്റ് ഒരു പരിധി വരെ. അവിടെ ഇരുന്നുകൊണ്ട് ദിവസവും നമുക്കിട്ട് പണി ചെയ്യുന്ന പാർട്ടി അയൽക്കാർ. നമ്മുടെ ഏത്തക്കൊല വെട്ടിക്കൊണ്ട് പോകുന്ന വ്യക്തി, നമ്മുടെ പറമ്പിലോട്ട് കോഴി അഴിച്ചു വിടുന്ന ആള്, ഇതാ നമ്മുടെ അയൽക്കാർ. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കും. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിലാണ് സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. ഈ കർത്താവിന്റെ ഗിരിപ്രഭാഷണമൊക്കെ വലിയ ലോകപ്രസിദ്ധമൊക്കെയാണ്. അത് ലോകപ്രസിദ്ധമാണെന്ന് പറയുന്ന നമുക്ക് ഗമയാണ്. പക്ഷെ ഇത് വായിച്ചാൽ വലിയ കുഴപ്പമാണ്. ഈ അടുത്ത ദിവസം നമ്മൾ പള്ളിയിൽ വായിച്ചൊരു വേദഭാഗമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ യാഗമർപ്പിക്കാൻ പോകുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് നീ പോയി അവനോട് നിരന്നുകൊള്ളണം. എൻ്റെ ബിജു ചേച്ചി അതിന് മേലിൽ ഈ പുള്ളിയെ വിളിക്കരുത് എന്ന് ചിലപ്പം നമ്മൾ പറഞ്ഞെന്ന് വരാം. ഇത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, അത് മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, 5-ാമത്തെ അധ്യായത്തിലുണ്ട്. യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ എന്നോട് മറ്റൊരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ എൻ്റെ ഉത്തരവാദിത്വമാണ് അവനോട് പോയി നിരക്കണം, അതിനുശേഷം വന്ന് യാഗം അർപ്പിക്കണം. ഈ കൺവെൻഷൻ പന്തലിരിക്കുമ്പോൾ എത്ര പേര് പണങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്? ഈ കൺവെൻഷൻ പന്തലിൽ ഓൺലൈനിൽ നിന്ന് കേൾക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിലിരിക്കുന്ന മരുമോളോടും മകനോടും മിണ്ടാത്തവരും ചിലപ്പം കണ്ടെന്ന് വരാം. അത് കഴിഞ്ഞ് നമ്മൾ നീട്ടി കള്ളം പറയും. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ എങ്ങനെയാ ജീവിക്കുന്നത്? ഇത് എളുപ്പമൊന്നുമല്ല. യേശുവിന്റെ മാർഗം എളുപ്പമല്ല.
യേശുവിന്റെ പിൻഗാമിയായി ജീവിക്കുക എന്ന് പറഞ്ഞ പ്രയാസമാണ്. അത് ആത്മനിറവിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ആത്മനിറവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജഡിക മനുഷ്യരായി ജീവിക്കുന്നത്. ഇന്ന് ഇവിടെ വെച്ച് ആ ഫോൺ എടുത്ത് വാട്സാപ്പിൽ സോറി, നമുക്ക് മറക്കാം, നമുക്ക് വീണ്ടും സ്നേഹിതരായി ജീവിക്കാം എന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ ഇത് അർത്ഥവത്താണ്. അല്ലെങ്കിൽ 41ാമത്തെ കൺവെൻഷൻ മറ്റൊരു പ്രഹസനമാണ്, വെറും ഒരു ഓളം മാത്രമാണ്. ദൈവത്തിന്റെ ആത്മാവ് അവരെ നിറച്ചപ്പോൾ വിദ്വേഷ മനോഭാവങ്ങൾ മാറി സ്നേഹത്തിന്റെ മാർഗത്തിലേക്ക് അവർ വന്നു. പല കുടുംബങ്ങളെയും ഇമോഷണലി ഡൈവോഴ്സ്ഡാണ്. സ്വന്തം ഭർത്താവിനോട് മിണ്ടാവുന്ന ഇവിടെ എത്ര പാട്ടുപാടികൾ ആത്മാവിനുള്ള ആരാധന അല്ല. ആത്മാവിലുള്ള ആരാധന ജീവിതത്തെ തച്ചുടയ്ക്കുന്നതാണ്, ജീവിതത്തിന്റെ ദിശ മാറ്റിക്കളയുന്നതാണ്. കർത്താവിന്റെ പ്രാർത്ഥന ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യുന്ന പോലെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഭയങ്കര അപകടം പിടിച്ചൊരു പ്രാർത്ഥനയാണ്. അതിനിടയ്ക്കൊരു വാചകമുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ നേരെ കുറ്റം ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് നാഥ നീ ക്ഷമിക്കണമേ. തിരിച്ചു പറഞ്ഞാൽ, ഞങ്ങൾ നേരെ കുറ്റം ചെയ്യുന്ന മോടെ പേരും അമ്മായിപ്പൻ്റെ പേരും അമ്മായിമ്മയുടെ പേരും ക്ഷമിക്കാത്തതുപോലെ എൻ്റെ കർത്താവെ എന്നോട് ക്ഷമിക്കരുതെന്ന ദിവസവും പ്രാർത്ഥിക്കും. ഈ റോഡ് സൈഡിലൊക്കെ ഈ വർണ്ണമുള്ള കുടയുടെയൊക്കെ കീഴിൽ ഈ സാധനം വിൽക്കുന്നവരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഒരാളിങ്ങനെ സാധനം വിൽക്കുക. അപ്പോൾ ആ സാധനം ഈ കറ മാറുന്ന ഒരു സാധനം, ഒരു ലോഷനാണ്. അപ്പം 2 എടുത്താൽ 20 രൂപ, 1 എടുത്താൽ 15 രൂപ, ഇങ്ങനെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പം ഒരു കൊച്ചി ഇറക്കാൻ ചെന്ന് നോക്കിയപ്പോൾ ഈ വിൽക്കുന്നവൻ്റെ തുണി മുഴുവൻ ഈ കറയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, എന്നെ സാറേ ഇത് ഓർമ്മ എടുത്താൽ സാറിൻ്റെ തുണിയാലോട്ടങ്ങ് പെരട്ടുള്ളൂ ചോദിച്ചു. അണ്ണ പറഞ്ഞു, only supplying, not applying. അയൽവക്കത്തെ പ്രശ്നം തീർക്കാൻ സപ്ലൈ ചെയ്യാൻ ഇഷ്ടം പോലെ കയ്യിലിരിപ്പുണ്ട്. പുൽപ്പറ്റയെ കയറുന്ന സപ്ലൈ ചെയ്യാൻ ഇഷ്ടം പോലെ എൻ്റെ ഇരിപ്പുണ്ട്. സ്വന്തം ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വില കൊടുക്കണം. ആ ജോസഫിനെ കുറിച്ചായിരിക്കും അടുത്ത ആഴ്ച നമ്മൾ പള്ളിയിൽ വായിക്കാൻ പോകുന്നത്. സകലവിധമായ ദോഷവും തന്റെ മേലെ ചെയ്ത സഹോദരങ്ങളോട് ക്ഷമിക്കുന്ന ജോസഫിനെയാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നതും പറയാനും പോകുന്നു. തിരുവത്താഴങ്ങോട്ടൻ്റെ പ്രധാന ഭാഗം, അന്നേരത്തേക്ക് എല്ലാവരും ഒക്കെ വരും. അന്നേരം പറയുന്നൊരു വാക്യമുണ്ട്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും. ബിഹോൾഡ് ഹൗ ഗുഡ് ആൻഡ് പ്ലസന്റ് ഇറ്റ് ഈസ് വെൻ ബ്രദറൻ ഡ്വെൽ ഇൻ യൂണിറ്റി. There are good things, but they are not pleasant. There are pleasant things, but they are not good. അത് രണ്ടും കൂടി ഒത്തുചേർന്നിരിക്കുന്ന അതുല്യ അനുഭവമാണ് ഇതാ സ്നേഹത്തിൽ ജീവിക്കുന്നത്. അത് അഹരോന്റെ താടിയിലേക്ക് ഒഴുകുന്ന വിശേഷ തൈലം പോലെയാണ്. അത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞു പോലെയാണ്. 133-ാമത്തെ സങ്കീർത്തനമാണ്. അഹരോനെ ആ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ സജ്ജമാക്കുന്ന തൈലം, ഒരു സാധ്യതയുമില്ലാത്തടത്ത് ഫലഭൂഷി നൽകുന്ന മഞ്ഞ്, അതുപോലെയാണ് സഹോദര സ്നേഹമെന്ന് ആ സങ്കീർത്തനം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്നേഹം നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആത്മനിറവില്ലാത്തതുകൊണ്ടാണ്. വേദോത്സവത്തിലെ ചില വാക്യങ്ങൾ നമ്മൾ വിട്ടുകളയും, പക്ഷെ അസ്വസ്ഥമാക്കുന്ന ചില വാക്യങ്ങൾ. അതിൽ 2 വാക്യങ്ങൾ, 1 യോഹന്നാൻ 3:14-15 എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന വാക്യങ്ങളാണ്. അതിന്റെ ചുരുക്കം, സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകൻ. ഡസ് നോട്ട് ലവ്, ഹേറ്റ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് പരിഭാഷ.
സഹോദരനെ വെറുക്കുന്നവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ കുലപാതകൻ എന്നെഴുതിയിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, യാതൊരു കുലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയാലെന്ന് അറിയാൻ പറ്റ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എനിക്കും അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ ഇതും എഴുതി വെച്ചിട്ടുണ്ട്, സഹോദരനെ പകയ്ക്കുന്നവൻ, സഹോദരനെ വെറുക്കുന്നവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ കുലപാതകൻ. യാതൊരു കുലപാതകനും നിത്യജീവനിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. നാം എവിടെയാണ്? ഈ രാത്രിയിൽ CSA ഒരു സെക്കൻഡ് പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ജ്ഞാനകീർത്തനത്തിൽ ഒരു മനോഹരമായ പാട്ടിൽ 164-ാമത്തെ കീർത്തനത്തിൽ ഒരു വാക്യവും ഒരു വരിയുണ്ട്, ശുദ്ധാവിയെ അശുദ്ധമാം എന്നുള്ളത്തിൽ വന്ന് വാഴ്ത്തപ്പെട്ടതിന്റെ വ്യാപാരങ്ങൾക്ക് ഏൽപ്പിച്ചിടുന്നു എന്നെ. ഇതായിരിക്കണം നമ്മളെ പ്രാർത്ഥന. എനിക്ക് കുറവുണ്ട്, എനിക്ക് പാളിച്ചുണ്ട്, നാഥ നിന്റെ ശുദ്ധ ആവിയെ ഈ അശുദ്ധമായ ജീവിതത്തിലേക്ക് നൽകി എന്നെ ശുദ്ധീകരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മനിറവിലാണ് നാം ആരാധിക്കണം. ആ ആത്മനിറവിലുള്ള ആരാധനയ്ക്ക് ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ സംഭവിക്കും. മുമ്പോട്ട് പോട്ട്, ആത്മനിറവ് ശബ്ദത്തിന്റെ നിറവാണ്. നാവ് കമ്മ്യൂണിക്കേഷൻ സിമ്പലാണ്. ശബ്ദം അടക്കിയിരുന്നോ ശബ്ദം ഉയർത്തി തുടങ്ങി. അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മാവിൽ നിറയുമ്പോൾ അവിടെ പറയുന്നു, എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തും കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും ജീവിച്ചു. ആത്മനിറവ് സംഭവിക്കുമ്പോൾ ശുദ്ധീകരണം മാത്രമല്ല, അതൊരു ശബ്ദത്തിന്റെ നിറവ് കൂടിയാണ്. Speak one another with words of psalms, hymns and sacred songs എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ആത്മനിറവ് സംഭവിച്ചപ്പോൾ അവർ ഒരു ആരാധന സമൂഹമായിട്ട് തീർന്നു. അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ് ആദിമ നൂറ്റാണ്ടിലെ സഭ പോയത്. ആ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും കാരാഗ്രഹത്തിൽ പോലും അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. ഹൊറേഷ്യോ സ്പാഫോർഡ് എന്ന് പറയുന്ന ഒരു വക്കീല, സുവിശേഷ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അമേരിക്കയിൽ നിന്ന് വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ ഭാര്യയും 4 മക്കളെയും കൂടെ കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. വരുന്ന വഴിക്ക് 4 മക്കളും വെള്ളത്തിൽ വീണ് മരിച്ചു. 4 മക്കളും വെള്ളത്തിൽ വീണ് മരിച്ചു. 1800-കളിലെ ചരിത്രം. കരയിലെത്തിക്കഴിഞ്ഞ് ഭാര്യ ഭർത്താവിന് ടെലഗ്രാം അടിച്ചു, സേവ്ഡ് അലോൺ, ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഈ വക്കീൽ ഹൊറേഷ്യോ സ്പാഫോർഡ് ഈ ടെലഗ്രാമും എടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം അതേ കപ്പൽ ചാലിലൂടെ മടങ്ങി വരികയാണ്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം അതിനോട് ചേർത്ത് എഴുതി, It is well with the Lord. ഇതാണ് നമ്മളുടെ കീർത്തനത്തിൽ പാടുന്ന നദീതുല്യം ശാന്തി വരട്ടെ എന്നുള്ള പാട്ട്. അതിൻ്റെ മലയാള പരിഭാഷ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തെ ഉൾക്കൊള്ളുന്നൊരു വാക്കുകളില്ല. ക്ഷേമം താൻ ക്ഷേമമൻ ദേഹിക്കുന്നൊക്കെ. It is well. 4 മക്കളും മരിച്ചപ്പോൾ പറയാൻ സാധിക്കുമോ? ഒരു ചെറിയ കാര്യം സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ഭക്തിയൊക്കെ അങ്ങ് പോവും. എന്നാ കർത്താവ, ഇവരൊക്കെ പാടിയ പാട്ട് വർഷങ്ങൾ 300-ഉം 400-ഉം കഴിഞ്ഞിട്ട് നമ്മൾ പല ഭാഷയെ പാടിക്കൊണ്ടിരിക്കുക. ആത്മനിറവിൽ മാത്രമേ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ആരാധിക്കാൻ സാധിക്കൂ. ആത്മനിറവിൽ മാത്രമേ ശുഷ്കമായിരിക്കുന്ന ആരാധന അനുഭവങ്ങൾ മാറത്തുള്ളൂ.
നാവ് ശബ്ദിക്കുവാനുള്ളത്. കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നമ്മളുടെ നാവിനെ നാം ഉപയോഗിക്കാം, മറക്കരുത്. നാവ് സാക്ഷിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന് 8-ാമത്തെ വാക്കറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. യേശുവിനെ സാക്ഷിക്കുവാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ആത്മനിറവ്. യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നു, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾക്കറിയാവുന്നതുമായ യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറയും. യേശുവിനെ ഞങ്ങൾ സാക്ഷി. യേശു എനിക്കാരാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഓരോ ആത്മാവിനും സാധിക്കേണ്ടതാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും ചുമയാണ്. ഇവിടെയൊക്കെ ചുമയുണ്ടോന്ന് എനിക്കത്, എല്ലാവർക്കും ചുമയാണ്. അപ്പൊ ആരെ കണ്ടാലും അവർക്ക് പിടിച്ച 2 മരുന്നിനെ കുറിച്ച് അവർ പറയും. ഡോക്ടറും അല്ല, നേഴ്സും അല്ല, കമ്പൗണ്ടറും അല്ല. ഇത് കുടിച്ചടി ചുമ മാറിക്കോളും എന്ന് പറഞ്ഞ് കുലുക്കിക്കൊണ്ടുവരും. കാരണം അവരുടെ അനുഭവം. തിയോളജി പഠിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള പ്രശ്നമല്ല. നിങ്ങൾ യേശുവിനെ രുചിച്ചറിഞ്ഞെങ്കിൽ ഈ യേശുവിനെ കുറിച്ച് പറയാൻ നമ്മുടെ നാവിനെ ഉപയോഗിക്കും. അതാണ് സാക്ഷി. ഇത് ഞങ്ങൾ അനുഭവിച്ചു, ഇത് ഞങ്ങൾക്കൊരു സമാധാനം തന്നു എന്ന് പറയുവാൻ വേണ്ടി നമ്മുടെ നാവിനെ നമ്മൾ ഉയർത്തണം. നാവ് ശബ്ദരഹിതരുടെ ശബ്ദമാണ്. ആത്മനിറവ് അതിനുവേണ്ടിയാണ്. ഹെൻറി ബേക്കർ ജൂനിയർ ഉൾപ്പെടെ നിരവധി മിഷണറിമാരുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് CMS മിഷണറിമാർ വന്നതിൻ്റെ ഏതോ ശതാബ്ദിയോ മറ്റോ ആഘോഷ സമയത്ത് കോട്ടയത്ത് നടത്തപ്പെട്ട വലിയ പടുകൂറ്റൻ റാലിയിൽ പറഞ്ഞൊരു വാചകം ഞാൻ മറക്കാറില്ല. അടിമച്ചങ്ങല വീണപ്പോൾ, വീണുപിടഞ്ഞു മരിച്ചപ്പോൾ സ്നേഹത്തിൻ ദൂതുമായി ഭാരതനാട്ടിൽ വന്നവരെ CMS മിഷണറിമാരെ നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ. നമ്മൾ ഒന്നിച്ചായിരുന്നപ്പോൾ പറക്കാൽ ആരംഭിച്ച പറക്കാൽ മിഷന്റെ 100-ാമത്തെ വർഷമാണ്. ഞാൻ ആ ഗ്രാമങ്ങൾ ഒത്തിരി സഞ്ചരിച്ചിട്ടുണ്ട്. KJ ശാമുൽ തിരുമേനിയുടെ മിഷണറിയായിരുന്നു. ആ ഗ്രാമങ്ങളിൽ ഞാൻ ഒത്തിരി പേരുടെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ശബ്ദരഹിതരുടെ ശബ്ദമായിട്ട് മിഷൻ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇന്നും ആ പല ഗ്രാമങ്ങൾ വെളിച്ചമായി. വില്യം വിൽബർ ഫോഴ്സിനെ കുറിച്ച് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം അച്ഛനൊന്നും അല്ലായിരുന്നു, ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായിരുന്നു. അടിമ വ്യാപാരം നിർത്തുവാൻ വേണ്ടി 20 വർഷം ബ്രിട്ടീഷ് പാർലമെന്റിൽ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് വില്യം വിൽബർ ഫോഴ്സ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വീണ്ടും വായിച്ചപ്പോൾ 1785 ഒരു ഇവാഞ്ചലിക്കൽ ആംഗ്ലിക്കൻ ചർച്ചിൽ അദ്ദേഹം അംഗത്വം എടുത്തു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനോഭാവങ്ങൾ മാറിയത്. അന്ന് ബ്രിട്ടൻ മുഴുവനും അടിമകളെ വെച്ചുകൊണ്ടിരിക്കുന്ന സത്യം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുവാനും ശക്തി ലഭിച്ചത് അദ്ദേഹം ഒരു ഇവാഞ്ചലിക്കൽ ആംഗ്ലിക്കൻ ചർച്ചിൽ ചേർന്നുകൊണ്ടാണെന്ന് ചരിത്രത്തിൽ എഴുതിയിരിക്കും. ശബ്ദത്തിന്റെ ശക്തീകരണമാണ് ആത്മനിറവ്. ഒരു കാര്യം കൂടെ പറയട്ടെ, ആത്മനിറവ് ശക്തിയുടെ നിറവാണ്. കാറ്റ്, ഭൂകമ്പം ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ഭീരുത്വം മാറി അവർ ധൈര്യമുള്ളവരാകുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിന്റെ 72-ാമത്തെ വാക്യം, ആ ഭാഗമൊക്കെ നമുക്ക് കാണാപ്പാടോ. നോമ്പിലേക്ക് നമ്മൾ വരിക. ആ മനുഷ്യനെ ഞാൻ അറിയുന്നേയില്ല. ഇത് പറഞ്ഞതാരാണ്? പത്രോസ്. അറിഞ്ഞ സത്യം പറയുവാൻ മടി കാണിക്കുന്ന വ്യക്തിത്വങ്ങളുടെ പ്രതീകമായിരുന്നു അന്നത്തെ പത്രോസ്.
ആ മനുഷ്യനെ എനിക്ക് അറിയത്തേയില്ല. അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ ആത്മനിറവ് സംഭവിച്ചപ്പോൾ പറയാണ്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളി പറഞ്ഞു, ജീവദായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. സത്യം പറയുവാനുള്ള ധൈര്യം കിട്ടുന്നതാണ് ആത്മനിറവ്. സത്യം പറയേണ്ടടുത്ത് സത്യം പറയാതെ ഇരിക്കുന്നതിന്റെ കാരണം ആത്മനിറവില്ലാത്തതുകൊണ്ട്. പത്രോസിന് അന്നും യേശുവിനെ അറിയാമായിരുന്നു. കുറെ വർഷം കൂടെ നടന്നവനാണ്. അറിയുന്നേയില്ല. അറിയാവുന്ന സത്യത്തെ തമസ്കരിച്ച വ്യക്തിയായിരുന്നു പത്രോസ്. ആത്മനിറവുണ്ടായപ്പോൾ ആ സത്യത്തെ യഹൂദ പ്രമാണിവരുടെ മുഖത്ത് നോക്കി പറയാണ്, നിങ്ങൾ ക്രൂശിച്ചു, ജീവദായകനെ നിങ്ങൾ വെറുത്തു, ദൈവം അവനെ ഉയർപ്പിച്ചു. സുഖിപ്പിക്കുന്നവരുടെ എണ്ണം കൂടുന്ന ലോകമാണ്. സത്യം പറയുന്നവരുടെ എണ്ണം കുറയുന്ന ലോകമാണ് ഇന്ന്. സത്യം പറഞ്ഞാൽ അന്നും ഇന്നും കാരാഗ്രഹമായിരിക്കാം. സത്യം പറഞ്ഞാൽ അന്നും ഇന്നും തിരസ്കരണങ്ങളാവാം. പക്ഷേ ആത്മനിറവിലുള്ളവർക്ക് അത് പറയാതിരിക്കുവാൻ സാധ്യമല്ല. ആ ആത്മനിറവുള്ളവരായി ജീവിക്കുമ്പോഴാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ സാധിക്കും. മനുഷ്യപുത്ര, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? ഒരു സാധ്യതയില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വന്നടിച്ചപ്പോൾ ഉണങ്ങിയതൊക്കെയും ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റു. ഒരു സാധ്യതയില്ല എന്ന് എഴുതി തള്ളിയിരിക്കുന്നിടത്ത് സാധ്യതകളുടെ മുള പൊട്ടിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. 2 വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. യോഹന്നാൻ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ യേശു പറഞ്ഞു. അന്നുവരെ യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ആത്മാവിന്റെ നിറവ് ഉണ്ടാകണമെങ്കിൽ ഒരു ദാഹം ഉണ്ടാകണം. നമുക്ക് എന്തിനു വേണ്ടിയുള്ള ദാഹമാണ്? ആത്മാവിൽ നിറയുവാൻ നമുക്ക് എത്ര പേർക്ക് ദാഹമുണ്ട്? ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഇന്ന് രാവിലെ നമ്മളൊക്കെ പ്രാർത്ഥിച്ചവരാണ്. നമ്മൾ എത്ര പേര് കർത്താവേ, നിന്റെ ആത്മാവിനാൽ നീ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചു? ഈ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണോ നമുക്കുള്ള ഭൗതികമായുള്ള ദാഹമാണ്? ഭൗതികത കിട്ടുന്നതുകൊണ്ടൊന്നും ദൈവം പ്രസാദിക്കണമെന്നില്ല. 2 വാക്യമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും 3-ാമത്തെ ഒന്നുകൂടെ പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ മോശയോട് ചേർന്നു, സ്നാനപ്പെട്ട് മോശയോട് ചേർന്നു. അവർക്ക് പാറയിൽ നിന്ന് വെള്ളം ലഭിച്ചു, അവർക്ക് മന്ന ലഭിച്ചു, എല്ലാം എഴുതിയിരിക്കുകയാണ്. 10-ാമത്തെ അധ്യായത്തിലുണ്ട്. അത് നമ്മൾ ഈ അടുത്ത സമയത്ത് പള്ളിയിൽ വായിച്ചത്. 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഒത്തിരി അത്ഭുതങ്ങൾ അവർ കണ്ടു, ഒത്തിരി നന്മ ലഭിച്ചു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നത് കൊരിന്ത്യർ 1 കൊരിന്ത്യർ 10-ന്റെ 5-ാമത്തെ വാക്യം. ദൈവത്തിന് പ്രസാദിക്കുന്ന അനുഭവമുള്ളവരായിട്ട് ജീവിക്കും. കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ ദൈവത്തിനെ സമ്മതിക്കുന്നുവെങ്കിൽ, ദാഹത്തോടുകൂടെ നാം യാചിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ എത്രയധികം ദൈവം നമുക്ക് നൽകും. ആ ആത്മശക്തിയോടുകൂടെ ഈ കൺവെൻഷൻ പന്തലിൽ നിന്ന് സാക്ഷികളായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായിട്ട് മറ്റാരെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. എന്തെങ്കിലും കുറവ് ദൈവം തമ്പുരാൻ തോന്നിച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുക. ഇനി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ അതുപേക്ഷിക്കുക. അതുപേക്ഷിക്കുവാനുള്ള ശക്തി
ദൈവം തമ്പുരാൻ നൽകും. ഒരു നിമിഷം മൗനമായിട്ട് ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചം മറ്റാരെക്കുറിച്ചും ചിന്തിക്കുക, ഒന്നും സംസാരിക്കാതെ നമ്മളെക്കുറിച്ച് മാത്രം നമുക്കൊന്ന് ചിന്തിച്ച് എന്തെങ്കിലും കുറവുകൾ ദൈവം തമ്പുരാൻ കാണിക്കുന്നെങ്കിൽ സമ്മതിക്കാം, ഏറ്റുപറയാം. ഞാൻ വരുന്നു ക്രൂശിങ്കിൽ സാധുഷേണൻ കുരുടേ സർവ്വവും എനിക്കേറ്റിൽ ശാഖാണു ഞാൻ ശാരീണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ടോർക്കുഞ്ഞാനേ താഴ്മയാൽ കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോൾ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെല്ലാ പോരായ്മകളെയും ഞങ്ങൾ സമ്മതിക്കുന്നു. തിരുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഇനിയും ഞങ്ങളുടെ തെറ്റുകളെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുവാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മനിറവിലുള്ള ജീവൻ നയിപ്പാൻ ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ. ഓരോ ദിവസവും ആത്മനിറവോട് ജീവിപ്പാൻ ഞങ്ങളെ നീ ധന്യരാക്കണമേ. ഈ വചന ശുശ്രൂഷ ഇതുവരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കേട്ട ജനത്തെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, തിരുത്തുവാനുള്ള കൃപ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.